ഭൂട്ടാൻ വാഹനക്കടത്തിന് പിന്നിൽ വൻ രാജ്യാന്തര വാഹന മോഷണ സംഘം. ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തതെന്ന പേരിൽ കേരളത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ വിറ്റത് 200ഓളം വാഹനങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ വഴി കടത്തിയെന്നും സംശയിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും കസ്റ്റംസ് കണ്ടെത്തി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വാഹനങ്ങൾ മോഷ്ടിച്ച് ഭൂട്ടാൻ വഴി കടത്തിയെന്ന് സംശയിക്കുന്ന സുപ്രധാന വിവരങ്ങളാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിച്ച ശേഷം റോഡ് മാർഗം ഇന്ത്യയിൽ എത്തിച്ചുവെന്നാണ് വിവരം. പരിവാഹൻ സൈറ്റിലടക്കം ക്രമക്കേട് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നാണ് കണ്ടെത്തൽ. സിനിമാ താരങ്ങളടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും കസ്റ്റംസ് പറയുന്നു. കൂടുതൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞു. 2012 ശേഷം ഭൂട്ടാൻ പട്ടാളം ആക്രിയായി ലേലം ചെയ്തത് 117 വാഹനങ്ങൾ മാത്രമാണ്. എന്നാൽ ഭൂട്ടാൻ റോയൽ ആർമിയുടെ വണ്ടികൾ എന്ന പേരിൽ കേരളത്തിൽ മാത്രം വിറ്റത് 200ഓളം ആഡംബര കാറുകളാണ്. 1000-ലധികം കാറുകളാണ് ഹിമാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റ് രാജ്യത്താകമാനം വിറ്റഴിച്ചത്. കവർച്ച ചെയ്ത വണ്ടികളാണെന്ന് അറിഞ്ഞും അറിയാതെയും വാഹനങ്ങൾ സ്വന്തമാക്കിയവർ ഇനിയും കേരളത്തിലുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ, മീഡിയ 1.